പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും പറയുന്നില്ല. മധുരത്തിന് ആവശ്യമെന്ന് തോന്നുന്ന അത്രയും ചേർക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ എടുക്കുന്നുണ്ട്. ഞാൻ ഈ പുഡിങ്ങിന് ആവശ്യമായിട്ട് ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ മൊണാക്കോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. എന്നാലും കുറച്ച് ഉപ്പ് രസം വരുന്ന ബിസ്ക്കറ്റാണ് ഈ പുഡിങ്ങിന് ടേസ്റ്റ്. സേമിയ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന തടിയുള്ള കട്ടി കൂടിയ സേമിയ അല്ല, നല്ല നേരിയ സേമിയ വേണം എടുക്കാൻ. അപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയ പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അധികം കട്ടിയിൽ വേണ്ട, ചെറിയൊരു തിൻ ലെയറായിട്ട് മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൽ ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല, വെറും പാലാണ്. പാലിൽ ബിസ്ക്കറ്റ് ഓരോന്നായി ഡിപ്പ് ചെയ്ത് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ ബിസ്ക്കറ്റും നിരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തതാണിത്. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് പഞ്ചസാര നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ വിതറി കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ ആണ് അടുത്ത ലെയറും. ഇനി നമുക്ക് ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് വെച്ച് കൊടുക്കാം. വളരെയധികം ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പ് ബിസ്ക്കറ്റാണെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാരി ബിസ്ക്കറ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഈ ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് വീണ്ടും നമ്മുടെ ക്രീം വെച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സേമിയ കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എഡിബിൾ ഷുഗർ ബോൾസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞു. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇത് സെർവ് ചെയ്യാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.